അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും എടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ള എണ്ണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. അപ്പോൾ ആ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പിന് പകരമായിട്ട് നിങ്ങൾക്ക് സാമ്പാർ പരിപ്പ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകത്തിന്റെ ടേസ്റ്റും മണമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. പച്ചമുളക് എടുക്കുന്ന സമയത്ത് അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കുക. ഞാൻ അധികം എരിവില്ലാത്തത് കൊണ്ടാണ് 2 പച്ചമുളക് എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർക്കാം. ഒരുപാട് സവാള വേണ്ട, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഒന്ന് വയന്ന് വരുന്ന സമയത്ത് 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചത് ചേർക്കാം. സവാളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വയന്ന് വരണം. ഒരു ഗോൾഡൻ നിറമൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റും ഒരുപാട് അങ്ങ് വെന്ത് പോവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം. ക്യാരറ്റൊക്കെ വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല, ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഗ്ലാസിൻ്റെ അളവിലാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി അളന്നെടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ ഗോതമ്പ് പൊടി നല്ലൊരു മണം വരുന്നത് വരെ വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നമ്മുടെ പലഹാരം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇളക്കി കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വഴറ്റിയെടുത്ത സമയത്ത് കറിവേപ്പിലയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മാവിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഒരുപാട് വേവൊന്നുമില്ലല്ലോ മല്ലിയിലയ്ക്ക്. പിന്നെ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. നല്ലൊരു മണം വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എത്രത്തോളം നമ്മൾ ഇത് വറുത്തെടുക്കുന്നുവോ അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ പലഹാരം. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വരട്ടെ. അപ്പോൾ ഒരു 4 മിനിറ്റെങ്കിലും ഇളക്കി കൊടുക്കുക. അപ്പം നല്ലൊരു മണം വരും. ഒട്ടും തന്നെ അടിക്ക് പിടിക്കാൻ പാടില്ല. പൊടിയുടെ കളറൊന്നും മാറാത്ത രീതിയിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക. അപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. പാനിൽ മാവ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകും. ഒരു ബൗളിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റുക. അപ്പം നമ്മൾ വറുത്തെടുത്ത മാവ് ഒരു ഗ്ലാസിൻ്റെ ബൗളിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു ബൗളിലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഒട്ടും തന്നെ അടിക്കൊന്നും പിടിക്കാതെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂടൊന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് അവരവരുടെ ഇതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അധികം പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാൻ. ഏത് കപ്പിലാണോ ഗോതമ്പ് പൊടി അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് അധികം പുളിപ്പില്ലാത്ത തൈര് എടുക്കുക. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പുളിപ്പുള്ള തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ മാവ് അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെ വെള്ളവും എടുക്കുക. ഒരുപാട് അങ്ങ് ലൂസായി പോവരുത്. കട്ടിക്ക് വേണം ഈ മാവൊന്ന് കലക്കിയെടുക്കാൻ. ഇപ്പൊ കണ്ടില്ലേ, കട്ടിക്കല്ലേ ഇരിക്കുന്നത്. വീണ്ടും നമുക്ക് 1 കപ്പ് വെള്ളം എടുക്കാം. കാരണം പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളം എടുത്തു കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ഗോതമ്പ് പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. ഗ്ലാസിൻ്റെ അളവിലാണ് മാവ് അളന്നെടുക്കുന്നതെങ്കിൽ ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ വെള്ളവും തൈരും ഒക്കെ അളന്നെടുക്കുക. അപ്പോൾ 2 കപ്പ് വെള്ളം ഞാൻ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഞാനെടുത്ത ഗോതമ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമാണ് വന്നിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാം കലക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്, സോഡാപ്പൊടിയാണ്. അപ്പത്തിനൊക്കെ ഇടുന്ന സോഡാപ്പൊടിയില്ലേ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. സോഡാപ്പൊടി ചേർത്താൽ മാത്രമേ ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കട്ടിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇഡ്ഡലി തട്ടാണ്. ഇഡ്ഡലി തട്ടിൻ്റെ എല്ലാ കുഴികളിലും എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എണ്ണയോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മാവ് ഒഴിക്കാം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഇഡ്ഡലിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അരി അരയ്ക്കേണ്ട ആവശ്യമില്ല, അരി കുതിർക്കേണ്ടയോ അരയ്ക്കേണ്ടയോ ഒന്നും ആവശ്യമില്ല, ഉഴുന്നിൻ്റെ ആവശ്യമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ തന്നെ ആവശ്യമില്ല. അപ്പോൾ എല്ലാ കുഴികളിലും ബാറ്റർ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. എല്ലാ കുഴികളിലും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്യാം. നമ്മുടെ ബാറ്റർ ഓരോ കുഴികളിലും ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. നമ്മൾ ഇഡ്ഡലി മാവൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു കട്ടി മാത്രം മതി. ഒരു തട്ടിൽ മാവ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ചിട്ട് നമുക്കതൊന്ന് സാധാരണ ഇഡ്ഡലിയൊക്കെ നമ്മൾ വേവിച്ചെടുക്കില്ലേ, അത്രയും സമയം മതിയാവും. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഗോതമ്പ് ഇഡ്ഡലിയുടെ ചൂടൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തട്ടിൽ നിന്നും ഇത് ഇളക്കി മാറ്റാം. കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് ഇളകി വന്നിട്ടുണ്ട്. തട്ടും ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കാം. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നും ഒരേ ഇഡ്ഡലി കഴിച്ച് മടുക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചപ്പാത്തി, പുട്ട്, ദോശക്കല്ല് ഉണ്ടാക്കാറുള്ളത്, ഇതുപോലെ ഒരു പ്രാവശ്യം ഇഡ്ഡലി തയ്യാറാക്കി നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പം ഒരു പ്രാവശ്യം ഇത് തയ്യാറാക്കി കഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഇഡ്ഡലി തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്